കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് 30/7/2026 കസ്റ്റഡിയിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/9/2026 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിൽ ഏകദേശം 4ഓളം നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അതായത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്, നമ്മൾ തമിഴിലൊക്കെ മെൻഷൻ ചെയ്ത പോലെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ആ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ളവർ പറയാൻ പോകുന്ന കാറ്റഗറി നമ്പർ വെച്ച് PSCൻ്റെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 63,700 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. അതുപോലെ ഓരോരോ കാറ്റഗറിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. കമ്മ്യൂണിറ്റി പറയുന്നത് വിശ്വകർമ്മ കാറ്റഗറി നമ്പർ 117/2026 ആണ്. ഇടുക്കി ഒരു ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലാത്തിൻ കത്തോലിക്സ് ആംഗ്ലോ ഇന്ത്യൻസിന് 118/2026 മലപ്പുറം ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ OBC കാറ്റഗറിക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 119/2026 മലപ്പുറം ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹിന്ദു നാടാർ 120/2026 കാസർഗോഡ് ഒരു ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല, ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിസ്ട്രിക്ട് വൈസ് സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇപ്പം പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ കാറ്റഗറിയില്ലേ, അവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഡിസ്ട്രിക്ട് വൈസ് വിളിച്ചൊരു നോട്ടിഫിക്കേഷനാണ്. അതുപോലെ 19 to 38 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് +2 ആണ്. +2 മിനിമം നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 165 സെൻറ്റിമീറ്റർ ഉയരം വേണം, 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ നോക്കുക നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം 2.5 കിലോമീറ്റർ ഓട്ടമുണ്ട്, അതായത് ഫിസിക്കൽ ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്, അതിൽ വരുന്നതാണ്. 2.5 കിലോമീറ്റർ ഓട്ടം ആദ്യമല്ല, എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഉണ്ടാകുക. അപ്പോൾ 2.5 കിലോമീറ്റർ ഓട്ടം 13 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അത് പാസ്സാകുന്നവർ 1 സ്റ്റാർ നിലവാരത്തിലുള്ള നമ്മുടെ PSCൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 5 എന്ത് ചെയ്യണം, ഈ 8 നിന്ന് ഔട്ട് ഓഫ് 5 8 നിന്ന് 5 നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 100 മീറ്റർ ഓട്ടം, ഇത് ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ തൊട്ടിപ്പുറം കൊടുത്തത് കാണാൻ സാധിക്കും. ഹൈ ജമ്പ്, അതുപോലെ ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പ് ഓർ ചിന്നിങ് 1500 മീറ്റർ ഓട്ടം. ഇത് 8 ഉണ്ട്. ഇതിലേതെങ്കിലും 5 പാസ്സായാൽ മതി, നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ആവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. യോഗ്യതയുള്ളവർ അറിയാവുന്നുണ്ട്, അവരിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു അവസരമാണിപ്പോൾ ഓൺലൈനായിട്ട് സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് PSC വഴി വിളിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള അപ്ഡേറ്റും യൂണിഫോം ജോബായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും കേന്ദ്ര സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റൊക്കെ ലഭിക്കാൻ പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി.